എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് NIOS +2 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റാണ്. ഇംഗ്ലീഷിൻ്റെ നമുക്കറിയാം പുതിയ സിലബസ് പ്രകാരം വളരെ ചുരുക്കം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സമ്മറിയും കാര്യങ്ങളൊക്കെയാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പുതിയ സിലബസ് പ്രകാരം ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് ആദ്യമേ പഠിക്കാനായിട്ടുള്ളത് അല്ലേ. 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. എന്താണ് അർത്ഥമാക്കുന്നത്? എൻ്റെ മുത്തശ്ശിയുടെ വീട് അല്ലേ. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുത്തശ്ശിയുടെ വീട്. അപ്പം ഈ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ചാപ്റ്റർ 6 ഇതാരാണ് എഴുതിയിരിക്കുന്നത്? കമലാദാസ് ആണ് അല്ലേ. കമലാദാസിൻ്റെ ഒരു പോയമാണ് എന്ത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. എന്താ നോക്കിക്കേ. ഇൻ ദിസ് പോയം ദ പോയറ്റ് ടെൽ us about her childhood day in her grandmother's home, which is far away from where she is currently living, and the love she received from her grandmother's house. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പോയറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കവിയത്രിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയാണ് നമ്മുടെ മുത്തശ്ശിയുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ തൻ്റെ ബാല്യകാല ദിനങ്ങളും അല്ലെങ്കിൽ അമ്മൂമ്മയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സ്നേഹവും പരിഗണനയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിലോ അല്ലെങ്കിൽ ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ കമലദാസ് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. ആഫ്റ്റർ ഹെർ ഗ്രാൻഡ് മദർ ഡൈഡ്, എന്താണ് നമ്മുടെ കവിയത്രിയുടെ മുത്തശ്ശി മരിച്ചു കഴിഞ്ഞപ്പോൾ നോബഡി ലീവ്സ് ഇൻ ദ ഹൗസ്, എന്താണ് ആ വീട്ടിൽ ആരും താമസമില്ല. ദർ ഈസ് നോ വൺ ടു ടോക്ക് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ഹൗസ്, അതായത് ആ വീട്ടിൽ ആരും സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. അതോടൊപ്പം തന്നെ എന്താണ് വീട് നോക്കാൻ പോലും ആരും ഇല്ലാത്തൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം നോക്കിക്കേ, മുത്തശ്ശിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സിൻ്റെ ഹൗസിൽ ഗ്രാൻഡ് മദർ ആയിരുന്നു ഉള്ളത്. ഗ്രാൻഡ് മദർ മരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വീട് നോക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണ്. ദസ് ഹൗസ് ബിക്കം സൈലൻറ്റ്, എന്താണ് വീട് എങ്ങനെയായി മാറി? സൈലൻ്റ് ആയി മാറി അല്ലേ. ആൻഡ് ഡെസേർട്ടഡ് ഫോർ ദ സ്നേക്സ് ടു മൂവ് അറൗണ്ട്, എന്താ നമുക്കറിയാം നമ്മുടെ വീട് ആരും നോക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ട് എന്താണ് കുറേ നമുക്ക് മാറാലിയൊക്കെ പിടിച്ച് അല്ലേ കാടും പുല്ലും ഒക്കെ കയറി കിടക്കുന്ന ഒരു അവസ്ഥയില്ല അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ വീടും എങ്ങനെയായി മാറിയിരിക്കുകയാണ്? കാടൊക്കെ പിടിച്ച് അല്ലെങ്കിൽ പുല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ സ്നേക്സ് അല്ലേ, പാമ്പുകളൊക്കെ വന്നിങ്ങനെ കയറുകയാണ്. എനിക്ക് പാമ്പുകളൊക്കെ മുത്തശ്ശിയുടെ വീട്ടിൽ വന്ന് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാമ്പുകളൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുകയാണ്. ഹെർ ഗ്രാൻഡ് മദർ യൂസ് ടു റീഡ് ഔട്ട് സ്റ്റോറീസ് ടു ഹെർ, ഷീ വാസ് ടു യങ് ടു റീഡ് ബൈ ഹെർ സെൽഫ്. എന്താണ് ഇനിയിപ്പോൾ കവിത്രി ഇങ്ങനെ ഓർക്കുകയാണ്. എന്താണ് മുത്തശ്ശി വന്നിട്ട് അവൾക്ക് കഥകളൊക്കെ വായിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും അതോടെ അല്ലെങ്കിൽ അവൾ സ്വന്തമായിട്ട് നമുക്കറിയാം ചെറുപ്പകാലങ്ങളിൽ നമുക്ക് കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മുത്തശ്ശിമാർ കഥകളൊക്കെ പറഞ്ഞു തരും അല്ലേ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കവിത്രിയുടെ മുത്തശ്ശിയും എന്താണ് അവൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്. ആഫ്റ്റർ ഹെർ ഗ്രാൻഡീസ് ഡെത്ത്, പക്ഷെ മുത്തശ്ശിയുടെ മരണം ഇറ്റ് വാസ് എ സാഡ് ടൈം ടു സ്പെൻഡ് എമംഗ് ദ ബുക്സ് ആസ് ഷീ ഫെൽറ്റ് ലോൺലി. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ മുത്തശ്ശിയുടെ മരണം അവളെ വളരെയധികം ഒറ്റപ്പെടലിലേക്ക് നയിച്ചു. അതോടൊപ്പം തന്നെ എന്താണ് അവൾക്ക് സമയം ഇല്ലേ വളരെ എപ്പോഴും ദുഃഖമായിട്ടുള്ളൊരു സമയമാണ്. അതായത് അങ്ങനെ ഒരു രീതിയിൽ വളരെയധികം സങ്കടകരമായിട്ടുള്ള സമയത്തിലൂടെയാണ് അവളിങ്ങനെ കഴിഞ്ഞ ഏകാന്തതയൊക്കെ അനുഭവിച്ച് പുസ്തകമൊക്കെ വായിച്ച് ഇങ്ങനെ ഏകാന്തത അല്ലെങ്കിൽ ആ ഒരു സങ്കടകരമായിട്ടുള്ള സമയമൊക്കെ ഇങ്ങനെ ബുക്കിലൂടെയാണ് അവളിങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരുന്നത്. She often thinks about visiting the house, looking through the windows, listening to the voices around and bringing something back home. But there is just darkness inside with no voice except the old memories which will always remain with the same poet. എന്താ പറഞ്ഞിരിക്കുന്നത്? അവളിങ്ങനെ ചിന്തിക്കുകയാണ്. എന്താണ് ആ വീട്ടിൽ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിൽ ഗ്രാൻഡ് മദറിൻ്റെ ഹോമിൽ പോകുന്നതും അതോടൊപ്പം തന്നെ അവൾ ആ ഒരു വിൻഡോയിലൂടെ അല്ലേ ജനലിലൂടെ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുള്ള ഒരു സൗന്ദര്യവും അതങ്ങനെയുള്ള അല്ലെങ്കിൽ സൗണ്ടുകളൊക്കെ ഇങ്ങനെ വീടിന് ചുറ്റുമുള്ള ആ ഒരു സൗന്ദര്യവും അല്ലെങ്കിൽ സ്വരവും ഒക്കെ ആസ്വദിക്കാനൊക്കെ കവിയത്രി ഒന്നുകൂടെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എന്നാൽ അവിടെ ആ ഒരു വീട്ടിലിപ്പോൾ ഇരുട്ട് മാത്രമല്ല ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ വളരെയധികം സൈലൻ്റ് ആയിട്ട്, അതായത് മുത്തശ്ശി ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം നല്ല രീതിയിൽ വീട് നോക്കിക്കൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ നല്ലൊരു ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ മുത്തശ്ശി മരണശേഷം വീട് എങ്ങനെയായിപ്പോയി? ഒരു അനാഥാലയമായി പോയ ഒരു അവസ്ഥയാണ്
അല്ലേ, ആരുമില്ല. അപ്പോൾ എന്താണ്, നമ്മുടെ വീട്ടിൽ മുത്തശ്ശിയുടെ വീട്ടിൽ ഇരുട്ട് മാത്രം. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡാർക്ക്നെസ്, അതായത് ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഏകാന്തതയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇരുട്ട് മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയുടെ ആ ഒരു മരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കറുപ്പ് എന്ന് പറയുന്ന ആ ഒരു കളർ തന്നെ എന്താണ്, മരണത്തെയൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ, ദുഃഖത്തെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുത്തശ്ശിയുടെ മരണത്തെയും അല്ലെങ്കിൽ മുത്തശ്ശി ഇല്ലായ്മയുടെ ആ മുത്തശ്ശി ഇല്ലാത്തതിൻ്റെ ആ ഒരു ദുഃഖവും കാര്യങ്ങളൊക്കെയാണ് ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ആ ഒരു ഓർമ്മകൾ അത് മാത്രമേ ഉള്ളൂ എന്നും അല്ലേ. അപ്പം തൻ്റെ ആ ഒരു മുത്തശ്ശിയുടെ ഓർമ്മകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ എന്നും ഒപ്പം ഉണ്ടെന്ന് കവിയത്രി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഓർക്കുകയാണ്. The poetess is in a state of loss. She feels lonely without her grandmother. She got love in abundance, but now she seeks it in small quantities. എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ കവിയത്രിക്ക് ഒരുപാട് നഷ്ടമാണ് സംഭവിച്ചത് അല്ലേ. മുത്തശ്ശിയുടെ മരണം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കവിയത്രിക്ക് അത് ഓർക്കാനേ പറ്റുന്നില്ല. കാരണം ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് മനസ്സിനെ വളരെയധികം ദുഃഖിതയാക്കുന്നു. ഒപ്പം തന്നെ ഒറ്റപ്പെടൽ അല്ലേ, മുത്തശ്ശിയുടെ മരണം ഒറ്റപ്പെടലിലേക്ക്, മുത്തശ്ശി ഇല്ലാത്ത ഒരു സിറ്റുവേഷന് താൻ ഒറ്റപ്പെടലിലാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ആ ഒരു അനുഭവമാണ് കവിയത്രിക്ക് ഉണ്ടാകുന്നത്. അതായത് മുത്തശ്ശി ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് സ്നേഹം അല്ലേ, അളവറ്റ സ്നേഹം നമ്മുടെ കവിയത്രിക്ക് ലഭിച്ചിരുന്നു അല്ലേ. അപ്പോൾ എന്നാൽ ഇന്ന് മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം താൻ ഒറ്റയാണെന്നും അല്ലെങ്കിൽ താൻ വളരെ ദുഃഖിതയാണെന്നും അല്ലെങ്കിൽ അന്യരുടെ വീടുകളൊക്കെ കയറുന്ന ഭിക്ഷാടകനെ പോലെ അല്ലെങ്കിൽ ഭിക്ഷാടകയെ പോലെ സ്നേഹത്തിനകത്ത് ആ ഒരു മുത്തശ്ശിയിൽ നിന്ന് ലഭിച്ച ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ലവിന് വേണ്ടിയിട്ട് കേഴുകയാണെന്നും കവിയത്രി ഈ ഒരു കവിതയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു കവിത. ഈ ഒരു മുത്തശ്ശി അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സിൻ്റെ ഹൗസിലുള്ള ആ ഒരു അനുഭവവും അല്ലേ, ആ സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ, മുത്തശ്ശി ഉണ്ടായിരുന്ന സമയത്ത് കവിയത്രിയുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്നുള്ളതും അതിനുശേഷം മുത്തശ്ശി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ കവിയത്രിയുടെ ജീവിതം എപ്രകാരമാണ് എന്നുള്ളതൊക്കെയാണ് ഈ കവിതയിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.